ഋതുസ്നാനദിനാദൂർധ്വം ദ്വാദശാഹനിയോഷിതം വരോഭിഗച്ഛേത് യോഗായ പ്രേംണാ പർവാദിവർജയൻ. ദിവസത്തിന് ശേഷം ഊർധ്വം, ശേഷം ദ്വാദശാഹനി 12-ാം ദിവസം, യോഷിതം സ്ത്രീയെ, വരഹ ഭർത്താവ്, പർവാദിവർജയൻ പർവാദികളെ വർജയനായിട്ട്, പർവ്വങ്ങളെ വർജിച്ചിട്ട്, പർവാദികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ദിവസങ്ങൾ മാറ്റി നിർത്തിയിട്ട്, പ്രേംണ പ്രേമത്തോടു കൂടിയിട്ട്, യോഗായ സംയോഗത്തിനായിട്ട്, അഭിഗച്ഛേത് അഭിഗമിക്കണം. ഇവിടെ ഇതൊക്കെ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ കൊടുക്കേണ്ട ചില അഡ്വൈസുകളാണ്. യഥാർത്ഥത്തിൽ ഗുരു തന്നെ ഒരു ലൈഫ് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ട അറിവ് എന്താണെന്നൊക്കെ ഇതിൽ തരുന്നുണ്ട് ശ്രീനാരായണ ധർമ്മത്തിൽ. ആധുനിക ശാസ്ത്രം നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ഒരു ഗൈനോക്കോളജിസ്റ്റിന് പോലും പറയാൻ കഴിയാത്തതിനപ്പുറത്താണ് പറയുന്നത് ഗുരു. ഋതുസ്നാനം കഴിയാം, അതിനുശേഷം 4 ദിവസം റെസ്റ്റ് എടുത്ത് കുളി കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സംയോഗത്തിനായിട്ട് ക്ഷണിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഋതുമതിയായ ഒരു സ്ത്രീയെ പുരുഷൻ ഉപദ്രവിക്കാൻ ചെല്ലരുത്. എന്നാൽ ഇന്നത്തെ കാടൻ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അതും അതിലപ്പുറവും നടക്കും. അപ്പോൾ ദ്വാദശാഹനി 12 ദിവസങ്ങളാണ്. 4 ദിവസത്തെ റെസ്റ്റിന് ശേഷം 12 ദിവസം ആണ് ഗുരു പറയുന്നത്. ഈ സമയത്താണ് ഒരു പ്രജോത്പാദനത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയണം. ശാസ്ത്രീയത ഉണ്ട് ഇതിനെല്ലാറ്റിനും. ഗുരുവിന് എത്രമാത്രം ശാസ്ത്രബോധമുണ്ട് എന്ന് നമ്മൾ ചോദിക്കും. അതായത് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം എന്നത് സാധാരണ 28 ദിവസമാണ്, 28 ഡേയ്സ്. അതൊരിക്കലും എക്സാക്റ്റ് ആയിരിക്കില്ല. ദീർഘകാലത്തെ ഒരു ഗവേഷണത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയിട്ട് 26 ദിവസവും 32 ദിവസത്തിനും ഇടയിലായിട്ട് ഏറെക്കുറെ സ്ത്രീകൾക്ക് പീരിയോഡിക് സർക്കിൾ വരുന്നുണ്ട്. ചിലത് 26 ദിവസത്തിലും കുറഞ്ഞും വരാറുണ്ട്, ചിലത് കൂടിയും പോകാറുണ്ട്. അത് അപൂർവമാണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്നാണ് ഋതുമതിയാകുന്നത്? അതിൻ്റെ 14-ാം ദിവസമായിരിക്കും 28 ദിവസം സർക്കിളുള്ള ഒരു സ്ത്രീക്ക് അണ്ടോൽപാദനം ഉണ്ടാകുന്നത്, ഓവുലേഷൻ ഉണ്ടാകുന്നത്. 14-ാമത്തെ ദിവസം അണ്ടോൽപാദനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ അണ്ടത്തിന് ആയുസ് എന്ന് പറയുന്നത് 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ മാത്രമാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ ഈ അണ്ടം മരിച്ചു പോകും. ഈ അണ്ടം മരിച്ചിട്ട് അതിൻ്റെ അശുദ്ധ രക്തം പുറത്തു വരുന്നത് വീണ്ടും 12 ദിവസം കഴിഞ്ഞിട്ടാണ്, 13 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് കൃത്യമായ സർക്കിളുകളുള്ള ആർത്തവചക്രമുള്ള സ്ത്രീകളിൽ. അപ്പോൾ ഈ അണ്ടോൽപാദനം നടക്കുന്നതിന് സമയത്ത് പുരുഷബീജം അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗർഭോത്പാദനം നടക്കുകയുള്ളൂ, ഗർഭം ഉണ്ടാവുകയുള്ളൂ. ഇത് ശാസ്ത്രീയമാണത്. പല സ്ത്രീകൾക്കും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതിയുമായിട്ട് ഡോക്ടർമാരെ സമീപിക്കും. വാസ്തവത്തിൽ അവർക്ക് എപ്പോഴാണ് കൊച്ചുങ്ങൾ ഉണ്ടാകുക എന്ന് പോലും അറിയില്ല. അപ്പോൾ ഗുരു ഇവിടെ പറയുന്നുണ്ട് 4 ദിവസം കഴിഞ്ഞ് 12 ദിവസങ്ങൾ ഉത്തമമാണെന്ന് പറയുന്നു. ഇന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു പുരുഷ ബീജം സ്ത്രീയുടെ അകത്ത് 5 ദിവസം വരെ നശിക്കാതെ ഇരിക്കും എന്നാണ്. 5 ദിവസം വരെ ഒരു പുരുഷ ബീജത്തിന് നശിക്കാതെ ഒരു സ്ത്രീയുടെ അകത്തിരിക്കാൻ കഴിയും. അപ്പം അങ്ങനെയാണെങ്കിൽ 14-ാം ദിവസം
അണ്ടോൽപാദനം നടക്കുന്നതിനും 5 ദിവസം മുമ്പ് സംയോഗത്തിൽ ഏർപ്പെട്ടാൽ പോലും ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ ഒരു കുഞ്ഞിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള അറിവിനെ കുറിച്ച് ഗുരു ഇവിടെ 12 ദിവസം എടുത്തത് തെറ്റായി വരുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ആദ്യത്തെ 4 ദിവസം കഴിഞ്ഞ് 12 ദിവസം കൂട്ടുമ്പോൾ അത് 16 ദിവസം. ശരിക്കും 14-ാം ദിവസം അണ്ടോൽപാദനം നടക്കുമ്പോൾ 15-ാമത്തെ ദിവസവും അത് ആ അണ്ടോൽപാദനത്തിലൂടെ പ്രജ ജനിക്കാനുള്ള സാധ്യത വളരുകയും ചെയ്യുന്നു. ചിലപ്പോൾ 15-ാമത്തെ ദിവസമാണ് അണ്ടോൽപാദനം നടക്കുന്നുണ്ടെങ്കിൽ 16-ാമത്തെ ദിവസം. ഈ 12 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 12 ദിവസത്തിന് ശേഷം പിന്നെ പ്രജോത്പാദനം ഉണ്ടാകില്ല. അത് ശാസ്ത്രീയമാണ്. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ സമീപിക്കുമ്പോൾ പർവാദികൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. പർവാദികൾ എന്ന് പറയുന്നത് അഷ്ടമി ദിവസം, ചതുർദശി ദിവസം, വാവ് ദിവസം, ഗ്രഹണം, അയനസന്ധി, ദക്ഷിണായനം, ഉത്തരായണം, സൂര്യസംക്രമണകാലം, ഇതൊക്കെ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് പറയും. നല്ല പ്രജ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. നല്ല പ്രജയെ ആണ് ഒരു അമ്മയും അച്ഛനും കൂടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നടക്കുന്ന പ്രത്യേക ശക്തിവിശേഷങ്ങളുള്ള സമയങ്ങളിൽ ജനിപ്പിച്ചാൽ ചിലപ്പോൾ അസാധാരണമായ ചില കുട്ടികളുണ്ടാകാം, ചിലപ്പോൾ മന്ദബുദ്ധിയും അംഗവൈകല്യമുള്ള കുട്ടികളും ഉണ്ടാകാം. പലതരത്തിലുള്ള ദോഷങ്ങളും ബാധിക്കാം. അതുകൊണ്ട് ഇത്തരം പർവാദികൾ ഒഴിവാക്കിയിട്ടുള്ള ദിവസങ്ങളിൽ ആണ് സംഗമിക്കുന്നത് ഉത്തമം എന്ന് പറയുന്നു. അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ കുറച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ മുമ്പ് അറിയുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാമായിരുന്നു നമ്മൾ ആഗ്രഹിക്കും. ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം, അതാണ് ഉത്തമം. അതുകൊണ്ട് ഇത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ഇതെല്ലാം അറിയണം.